നമസ്കാരം. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്രയധികം പരാജയപ്പെട്ടു പോയത്? അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾ, ഒരിക്കലും ഒരു സാധാരണക്കാരൻ ഓർക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവൃത്തികളാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ശബരിമലയിലെ യുവതീ പ്രവേശനം വന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വന്നു, ആഗോള അയ്യപ്പ സംഗമം, പിന്നെ പമ്പാ മണൽക്കടത്ത്, ഈ മൊബിലിറ്റി സ്പ്രിംഗ്ലർ, അങ്ങനെയുള്ള വിഷയങ്ങൾ എത്രയോ അഴിമതികൾ പിണറായി വിജയൻ്റെ സർക്കാർ നടത്തി. പിന്നെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, മാറി നിൽക്കങ്ങോട്ട്, കടക്ക് നികൃഷ്ടജീവി, പരനാറി, ഡാഷ്മോൻ, ചെറ്റത്തരം, ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച വാക്കുകളാണോ? അത് കേൾക്കാൻ കൊതിക്കുന്ന അന്തം കമ്മികളുണ്ടാകും. അവരത് കേട്ടോട്ടെ. സാധാരണക്കാരനോ മറ്റുള്ളവർക്കോ അത് കേൾക്കാൻ താല്പര്യമില്ല. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ അവർ വോട്ടിലൂടെ തിരിച്ചു കൊടുത്തത്. പിണറായി വിജയനും ഗോവിന്ദനുമാണ് ഇത്രയധികം ഈ പാർട്ടി അധപതിപ്പിച്ചതെന്നും ഇത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങാൻ കാരണക്കാരനായതെന്നും കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. കമ്മ്യൂണിസ്റ്റുകാർ പോലും അത് മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ഈ തലച്ചോറ് ദ്രവിച്ചു പോയ, ക്ലാവ് പിടിച്ചു പോയ കുറേ അന്തം കമ്മികൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഫലം പറഞ്ഞത്. അതിനുശേഷം 18 ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഈ 18 ദിവസങ്ങൾക്കിപ്പുറം കമ്മികളുടെ ഒരു ന്യായീകരണം പുറത്തു വന്നിട്ടുണ്ട്. വായിച്ചാൽ ഒരുപക്ഷെ തലയിറങ്ങ് ചിരിച്ച് ചാകേണ്ടി വരും. എന്തായാലും ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ വാരി വിതറുന്ന കുറിപ്പാണ് അന്തംകമ്മികൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നിരാശയേക്കാൾ അമർഷമായിരുന്നു മനസ്സിൽ, ഒപ്പം ആശങ്കയും. അത് പാർട്ടി തോറ്റതുകൊണ്ടല്ല, മറിച്ച് തോറ്റ രീതിയിൽ ആയിരുന്നു ആശങ്ക. പിന്നീട് അത് സംശയമായി മാറി. പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ പോലും ഒരു ബൂത്തിൽ ഒരു വോട്ട് പോലും കിട്ടാതെ എങ്ങനെ പാർട്ടി പുറകോട്ട് പോയി? അതിനു മാത്രം CPM എന്ന പാർട്ടിയെ അതിൻ്റെ അനുയായികൾ വെറുത്തോ? പാലക്കാടുള്ള സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ ജയിക്കുന്നു. ആലത്തൂരുള്ള രമ്യ ഹരിദാസ് ചിറയൻകീഴ് ജയിക്കുന്നു. ധർമ്മടത്ത് പോലും പിണറായി പിന്നിലാകുന്നു. മാത്രമോ, ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുൻകൂട്ടി പ്രവചിക്കുന്നു. എല്ലാം കൂട്ടി വായിച്ചപ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എന്നാലും ആരോടും പറഞ്ഞില്ല. മുൻ ഗവർണറായ സംഘി ആരിഫ് ഖാൻ്റെ ഉപദേഷ്ടാവ് തന്നെ സതീശൻ്റെ ആദ്യത്തെ പിക്കായപ്പോൾ ആ സംശയം വീണ്ടും മനസ്സിലുയർന്നു. പിന്നീട് സതീശൻ മേനോൻ്റെ മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയുമായി ചിലത് കേട്ടപ്പോൾ സംശയം ഉറപ്പിച്ചു. തുറമുഖ വകുപ്പിനായി സതീശൻ മേനോൻ തൻ്റെ മന്ത്രിമാരുമായി കടിപിടി കൂടി എന്നറിഞ്ഞപ്പോൾ സംശയം ബലപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ആൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണെന്ന വാർത്ത കേട്ടപ്പോൾ ഉറപ്പായി ഇടതുപക്ഷത്തെ ജനമല്ല തോൽപ്പിച്ചത്, ഉത്തരങ്ങൾ മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങൾ സ്വയം പറയും എന്നുള്ളതാണ്. നോക്കൂ, എത്ര യുവന്മാരുടെയൊക്കെ തലയ്ക്കുള്ളിൽ എന്താണ് എന്നുള്ള സംശയമാണ് തോന്നുന്നത്. ഇപ്പോഴും അവർ തെറ്റുതിരുത്തും എന്ന് പറയുന്നതല്ലാതെ തെറ്റുതിരുത്താൻ അവർ തയ്യാറായിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും ഒക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പാർട്ടി ഇത്രയധികം അധപതിച്ചു പോയത്. പാർട്ടി ഗ്രാമമായ പയ്യന്നൂരിൽ പോലും TA മധുസൂദനൻ തോറ്റ് തുന്നമ്പാടിയത് എന്തുകൊണ്ടാണ്? അയാൾ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്, അവിടുത്തെ സഖാക്കൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ V കുഞ്ഞികൃഷ്ണൻ എന്നൊരു സാധാരണക്കാരനായ വന്ധ്യ വയോധികൻ വിജയിച്ചു കയറിയത്. എന്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മത്സരിച്ചതും 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും? പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയും ആന്തൂർ സാജൻ്റെ മരണത്തിന് കാരണക്കാരി എന്ന ആരോപണവുമുള്ള PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മത്സരിച്ചത്, ജയിച്ചത്. എന്തുകൊണ്ടാണ് അമ്പലപ്പുഴയിൽ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ചത്? 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് G സുധാകരൻ അവിടെ വിജയിച്ചത്. അദ്ദേഹം പറഞ്ഞത് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ചില ക്രിമിനലുകളുടെ കയ്യിലാണ് ഈ പാർട്ടി ആലപ്പുഴയിൽ എന്നുള്ളതാണ്. അത് സ്പഷ്ടമല്ലേ? അത് വ്യക്തമല്ലേ? ഇനിയും അതൊന്നും മനസ്സിലാക്കാതെ അത് ഇത്തരത്തിൽ ആർക്കും ദഹിക്കാത്ത ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി വന്നാൽ ആൾക്കാർ നിങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുകിൽ നിങ്ങൾ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പടച്ചുവിടാതിരിക്കുക. ഇപ്പോൾ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് ഒരാഴ്ച പോലുമായില്ല. സർക്കാരിനെതിരെ നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അപവാദങ്ങളും കുപ്രചരണങ്ങളുമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും നിൽക്കാനുള്ള സമയം പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തുമാകാമെന്നുള്ളൊരു ധാരണ ഇനി നടക്കില്ല. കേരളത്തിൽ കമ്മ്യൂണിസം നശിച്ചു കഴിഞ്ഞു. അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള ഖ്യാതിയോടുകൂടി പിണറായി വിജയനും പടിയിറങ്ങിപ്പോകും. ഇനി ഒരിക്കലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. കാരണം 3-ാം വട്ടവും വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് മെയ് 4-ാം തീയതി വരെ വിശ്വസിച്ചിരുന്നവരാണല്ലോ നിങ്ങൾ. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു തോറ്റു തുന്നമ്പാടുമെന്ന്. അത് വിശ്വസിച്ചിരുന്ന നിങ്ങളെക്കാൾ മണ്ടന്മാരായി ലോകത്ത് വേറെ ആരുണ്ട്? ആ നിങ്ങളാണ് ഇപ്പോഴും പറയുന്നത് ഇനിയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന്. ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇനിയെങ്കിലും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും കാണാം.